Assalamualaikum. Welcome back to Salwa's Kitchen. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ചുക്ക് കാപ്പിയാണ്. ഒരു വ്യത്യസ്ത റെസിപ്പിയാണ്. നല്ല നാടൻ രീതിയിൽ കാപ്പിപ്പൊടി പോലും ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. ഒരു പീസ് ശർക്കര, ഒരു വെളുത്തുള്ളി, കുറച്ചധികം ജീരുള്ളി കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്, 2 വലിയ പീസ് ഇഞ്ചി. ചുക്കാണ് ഏറ്റവും നല്ലത്, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുക്കണം. 3 ഏലക്കായ, 1 പീസ് പട്ട, 3 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ഇടിക്കല്ലിൽ വെച്ച് ചതച്ചിട്ടാണ് എടുക്കേണ്ടത്. ഇതാ നമുക്കിപ്പോൾ ചുക്കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ല ഒരു ഇടിക്കല്ലിൽ വെച്ച് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇടേണ്ടത്. ഒരിക്കലും മിക്സി ഉപയോഗിക്കരുത്. വല്ല ഇടിക്കല്ലോ അമ്മിക്കല്ലോ മാത്രം ഉപയോഗിച്ചിട്ടാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കൃഷ്ണ തുളസിയാണ്, പക്ഷെ അത് ഇല്ലാത്തത് കൊണ്ട് ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ശർക്കരയും കൂടി ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നിച്ച് തിളപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. നന്നായി തിളപ്പിച്ച് ഇതിൽ നിന്നുള്ള എല്ലാവിധ ഇതിൻ്റെ നീരും ഫ്ലേവറും ഒക്കെ കിട്ടിയിട്ടാണ് എടുക്കേണ്ടത്. കാപ്പിപ്പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല, നല്ല നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതാ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ചുക്കാപ്പി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒന്നും കൂടി വേവിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മുടെ ജീരുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നന്നായി വെന്ത് സ്പൈസസിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി നല്ല റെഡിയായിട്ട് കിട്ടുക. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി അടച്ചു വെക്കാം. ഒരല്പസമയം കൂടി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഉള്ളികളൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ സ്പൈസസിൻ്റെയൊക്കെ നല്ല ഫ്ലേവറും നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. തുറക്കുമ്പോൾ തന്നെ നമ്മുടെ നാടൻ ചുക്കാപ്പി ഇങ്ങനെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതൊരു സ്റ്റീലിൻ്റെ അരിപ്പ് വെച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ അരിപ്പ് വെച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് ഉപയോഗിക്കരുത്. എപ്പോഴും സ്റ്റീലിൻ്റെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ മിക്സ്ചർ ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ട് അതിനും കൂടെയുള്ള ചുക്കാപ്പി സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം. ഈ ചുക്കാപ്പി നമുക്കൊരു പനി, ജലദോഷം, ചുമ, തൊണ്ടവേദന അതിനൊക്കെ ഏറ്റവും നല്ലതാണ്. പെട്ടെന്നൊരു ആശ്വാസം കിട്ടും. ഇനി നമുക്കിത് ജഗ്ഗിലേക്ക് ഒഴിച്ചു വെക്കാം. ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ നാടൻ ചൂടുള്ള ചുക്കാപ്പി തയ്യാറാക്കിയത്. ഇനി നമ്മുടെ ചുക്കാപ്പി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ചുക്കാപ്പി ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്തവർ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി വരികയുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.